പേര് ശിവദാസൻ, പക്ഷെ എല്ലാവരും എന്നെ ദാസൻ എന്നാണ് വിളിക്കുക. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 27 വർഷത്തോളം കഴിഞ്ഞു. ഈ സ്ഥാപനം സ്ഥാപനത്തിൻ്റെ പേര് MG എഞ്ചിനീയർ എന്നാണ്. ഈ സ്ഥാപനം ഉള്ള സ്ഥലം വന്നിട്ട് പാലക്കാട് ജില്ലയിൽ കൊളപ്പുള്ളി ഷൊർണൂർ ഹൈവേ കുറച്ച് ഉള്ളിലേക്ക് കോതോർശ്ശി റോഡിൽ വാണിയംകുളം പറയും, ഒറ്റപ്പാലം താലൂക്കിൽ. വാണിയംകുളത്ത് കോതോർശ്ശി റോഡിൽ കയറി പി കെ ദാസ് ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെയാണ് വർക്ക്ഷോപ്പ് ഉള്ളത്. ഇവിടെ എല്ലാത്തരം സാധനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. ഇരുമ്പ് സംബന്ധമായ എല്ലാ വർക്കുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗേറ്റ്, ഗ്രില്ല്, ഷീറ്റ് വർക്ക്, റൂഫിംഗ് വർക്ക്, ടെയിൽ വർക്ക്, ഓട് വർക്ക്, ഓട് മേഞ്ഞ് കൊടുക്കുന്നുണ്ട്. പഴയ പെരകളെല്ലാം പൊളിച്ചിട്ട് നമ്മൾ അതേപോലെ ഇരുമ്പിൽ ഓട് മേഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇനി ഏത് മോഡലിൽ ഇരുമ്പ് സംബന്ധമായ വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അത്രയും എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ട് ഈ സ്ഥാപനത്തിന്. ആക്ച്വലി ഞാൻ ഇവിടെ നാട്ടിൽ എൻ്റെ അച്ഛന് കൃഷിപ്പണിയാണ്. അമ്മയും അച്ഛനും കൃഷിപ്പണി നോക്കി നടക്കുന്ന കാലത്ത് കൃഷിപ്പണി നോക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ എനിക്ക് വിദ്യാഭ്യാസം 10th കഴിഞ്ഞ് പിന്നെ IT മേഖലയിലേക്ക് പോകാൻ വെച്ചു. പിന്നെ IT ഞാൻ പ്രൈവറ്റ് ആയിട്ട് നോക്കി. അത് കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂർക്ക് നമ്മുടെ ഇവിടെ ഒരാൾ മുഖാന്തരം തന്നെ ബാംഗ്ലൂർ പോയി കല്യാണി ഗാർഡൻസ് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി ഹെൽപ്പറായിട്ട്. അത് രാത്രിയും പകലും പണിയെടുക്കുന്നത് 350 രൂപയാണ് ഒരു മാസം ശമ്പളം കിട്ടിയായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ബസ് ബോഡി ചെയ്തിട്ടുണ്ട്. പിന്നെ സോളർ വാട്ടർ ഹീറ്റർ ഞാൻ ചെയ്തായിരുന്നാണ്, ബാംഗ്ലൂർ ചെയ്തായിരുന്നാണ് കർണാടകയിൽ. അതേപോലെ ഹെവി ഡ്രസ് വർക്ക് ഞാൻ ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ ജിന്താളിൽ അലുമിനിയം ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. മൈക്കോയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ അമൃത ഡിസ്റ്റിലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മധുരയിൽ പന്തൽകുടി, അറുപ്പുക്കോട്ടയിൽ റാംകോ സിമെന്റ് പ്ലാന്റ് ഞാൻ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ പ്രൊജക്ട് എന്നൊരു കമ്പനിയുടെ വർക്ക് ചെയ്തായിരുന്നു. അത് ലാസ്റ്റ് നമ്മൾ മൈക്കോയിലാണ് വർക്ക് ചെയ്ത്. മൈക്കോയിൽ നമുക്ക് താഴെ വീണ് മെഡിക്കൽ അൺഫിറ്റായി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നാട്ടിലേക്ക് വന്നു. ഈ പല്ലൊക്കെ താഴെ വീണ് ഈ പല്ലൊക്കെ അതേപോലെ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് ഇവിടെ ഓട്ടോട്ടിട്ട് ആ ഓട്ടോയിൽ കൂടെയാണ് ഭക്ഷണം 45 ദിവസം കഴിച്ചായിരുന്നു ജ്യൂസ് പോലെ. പിന്നെ ആ ക്ലിപ്പ് എടുത്തു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, ബാംഗ്ലൂരിൽ നിന്ന് നേരെ നാട്ടിലേക്ക് വന്നു. ഇവിടെ ചെറുതായിട്ടൊരു വർക്ക്ഷോപ്പ് ഇട്ടു. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. എൻ്റെ കൂടെ സ്ഥാപനത്തിൽ എനിക്ക് ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും ഉണ്ട്. അതാണ് നമ്മുടെ വിജയം. ഇതില് നമ്മള് വരുമ്പോൾ മെറ്റീരിയൽ, ഞാൻ വരുന്ന കാലത്തൊക്കെ മെറ്റീരിയൽ റേറ്റ് ഭയങ്കര കമ്മിയായിരുന്നു. അതേപോലെ ലേബർ ചാർജും കമ്മിയായിരുന്നു. അപ്പൊ നമുക്ക് ചെറിയ എമൗണ്ടിന് നമുക്ക് വർക്ക് കൊടുക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഈ ചെറിയ എമൗണ്ടിന് വർക്ക് ചെയ്യാൻ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ആൾക്കാർക്ക് ഈ ഇരുമ്പ് സംബന്ധമായ വർക്കുകൾ ചെയ്യാറുണ്ട്. ആകെ ചെയ്യുന്നത് മടാള്, അരിവാള്, കക്കോട്ട്, പിക്കാസ്, മൂർച്ച കൂട്ടുന്ന ഒരു പണി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ പ്രദേശങ്ങളിൽ. പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് ഓരോരുത്തർ കോഴിക്കൂട് ഉണ്ടാക്കൽ തുടങ്ങി, നായക്കൂട് ഉണ്ടാക്കൽ തുടങ്ങി, ചെറിയ വീടിന് പുറത്ത് ഗേറ്റ് വെക്കൽ തുടങ്ങി. പിന്നെ കിണറിന്റെ ഗ്രില്ല് ചെയ്യൽ തുടങ്ങി, കിണറിന്റെ ആൾമറ കെട്ടി അതിന് മുകളിൽ ഗ്രില്ല് തുടങ്ങി, അടുക്കള ഭാഗത്ത് ഗ്രില്ല് തുടങ്ങി, പിന്നെ ഫ്രണ്ടേജ് നായ്ക്കൾ കയറാതിരിക്കാൻ ഗ്രില്ല് തുടങ്ങി. അങ്ങനെ സ്റ്റെപ്പായിട്ട് പിന്നെ സ്റ്റീല് പിന്നെ വന്നു. അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് തന്നെ അങ്ങനെ കയറി വരുന്നത്. അപ്പൊ നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് കൂടുമ്പോൾ അപ്പൊ ഒരു കൊട്ടേഷൻ എടുക്കാൻ വെച്ചാൽ ഇന്നത്തെ റേറ്റിലെ നാളെ വിളിച്ചു വെക്കും. ഇരുമ്പടക്ക് വിളിച്ചു വെച്ചിട്ട് നമ്മൾ മെറ്റീരിയൽ വിത്ത് ലേബർ ചാർജ് കണക്ക് കൂട്ടിയിട്ട് പാർട്ടിക്കാരോട് പറയും. അവർക്ക് താല്പര്യം അവർക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ അവർ നമുക്ക് വർക്ക് തരും. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പോ വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഇല്ലാതെ ഞങ്ങൾ ലേബർ ലൈസൻസ്, ലീഗൽ മെട്രോളജി, ഫാക്ടറി ലൈസൻസ്, അതേപോലെ പഞ്ചായത്ത് ലൈസൻസ്, കെട്ടിട നികുതി, തൊഴിൽ നികുതി ഇതെല്ലാം അടച്ചിട്ട് ആണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് എല്ലാം അടയ്ക്കണം. അതേപോലെ ഞങ്ങൾ പണിക്കാർക്കും അതേപോലെ നമുക്ക് ഇൻഷുറൻസ് എടുക്കണം. ഞങ്ങളുടെ ഫീൽഡ് അങ്ങനത്തെ ഫീൽഡാണ്. എനി ടൈം എന്തും സംഭവിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ മൊബൈലുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽഡിംഗ് മെഷീൻ തൂക്കി ഒരു ഗ്രൈൻഡിംഗ് മെഷീൻ പിടിച്ചിട്ട് ഒരു വീടുകളിൽ പോയി വർക്ക് എടുക്കുക. അവർക്ക് കൂലി മാത്രം കിട്ടിയാൽ മതി. പക്ഷെ അവർക്ക് വേറൊന്നും വേണ്ട, വേറെ കോസ്റ്റ് ഒന്നും ഇല്ല. കറണ്ട് ബില്ല് വേണ്ട. ഞങ്ങൾക്ക് മന്ത്ലി കറണ്ട് ബില്ല് അടയ്ക്കണം. കറണ്ട് യൂസ് ചെയ്താലും വേണ്ടില്ല മിനിമം ചാർജ് അടച്ചുകൊണ്ടിരിക്കണം. അതേപോലെ നമ്മുടെ സ്ഥാപനം തുറന്നില്ല, ഫാക്ടറി ഇൻസ്പെക്ഷൻ വരും. അതിന്റെ വർഷം പുതുക്കണം. ലേബർ ഓഫീസിൽ പോയിട്ട് ലേബർ ലൈസൻസ് എടുക്കണം. അതേപോലെ ലീഗൽ മെട്രോളജി വന്ന് ചെക്ക് ചെയ്യും. ടാപ്പ്, മിഷനറി, മറ്റേ ത്രാസ് അങ്ങനത്തെ സാധനങ്ങളാവും ചെക്ക് ചെയ്യും. പിന്നെ അതേപോലെ കറക്റ്റ് വർഷം പഞ്ചായത്ത് ലൈസൻസ് അടിക്കണം. സ്വന്തം കെട്ടിടം വെച്ചാൽ കെട്ടിട നികുതി അടയ്ക്കണം. തൊഴിൽ നികുതി മസ്റ്റായിട്ട് അടയ്ക്കണം. അത് കൂടാതെ ഞങ്ങൾക്ക് ഇൻഷുറൻസ്, പണിക്കാർക്ക് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഞങ്ങൾ സ്വയം എടുക്കണം. ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളും ഇല്ല. പിന്നെ നമ്മൾ അധ്വാനിക്കുന്നു, നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നു. അതിന് ഭീഷണിയായിട്ട്
ഈ മൊബൈലും വർഷാപ്പും വെൽഡിംഗ് മെഷീൻ തൂക്കി നടക്കുന്ന ആൾക്കാർക്ക് റേറ്റ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്താ വെച്ചാൽ റേറ്റ് കുറച്ച് ചെയ്യുക, അത് സ്ട്രോങ് ഉണ്ടാവുമോ. ഇപ്പോൾ ഓരോ വീട്ടിലും ഷീറ്റ് പറന്നു പോകണു, ഷീറ്റ് തുരുമ്പുടിക്കുന്നു ലോക്കലിലിട്ട്. ആ പാർട്ടിക്കാര് രണ്ടാമത് വരുന്ന റീവർക്കിന് വിളിച്ച ഈ മൊബൈലുകാർ വരില്ല, അവർക്ക് സ്ഥാപനം ഇല്ല, എവിടെ പോയിട്ട് അവർ വിളിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ഭീഷണിയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഞാൻ അസോസിയേഷന് പാലക്കാട് ജില്ല അസോസിയേഷൻ, കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ അസോസിയേഷൻ എന്നാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ പേര്. ഞങ്ങൾ കേരളത്തിൽ 14 ജില്ലയിലും ഉണ്ട്. അതിൽ പാലക്കാട് ജില്ലയിൽ പെട്ട ആളാണ് ഞാൻ, DC മെമ്പർ കൂടിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, പണിക്കാർക്കും ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞങ്ങളുടെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് എന്തെങ്കിലും മരണം സംഭവിച്ചാൽ ആ മരിച്ച വ്യക്തിയുടെ വീട്ടിലേക്ക് കറക്റ്റ് 7ാമത്തെ ദിവസം 2 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കും നമ്മുടെ അസോസിയേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി. ആൾക്കാർക്ക് ഓരോ സഹായങ്ങള്, ഹോസ്പിറ്റലിൽ കേടുവന്ന സാധനങ്ങൾ നേരെയായി കൊടുക്കുക ഫ്രീ ആയിട്ട്. വീടില്ലാത്തവർക്ക് നമ്മൾ വീടിന്റെ ഷീറ്റ് മേഞ്ഞിട്ട് ഓട് വരെയാണ് ഡ്രസ്സ് മേയാൻ പറ്റുക, അങ്ങനത്തെ. അതുപോലെ ഇപ്പോൾ വയനാടിനെ പറയാൻ കാരണം, വയനാട് ഇപ്പോൾ സ്കൂള് കംപ്ലീറ്റും മെറ്റീരിയൽ ടീം കൊടുത്തു, കംപ്ലീറ്റും 2 ദിവസം 1.5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഷെഡ് മേഞ്ഞ് എല്ലാവരും ഡ്രസ്സ് മേഞ്ഞ് ഷീറ്റ് മേഞ്ഞു കൊടുത്തു. അങ്ങനെ പൊതുപ്രവർത്തനത്തിൽ കൂടി നമ്മുടെ സംഘടന വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലെറ്റർ ഇല്ലാത്തവർക്ക് പെർമിഷൻ കൊടുക്കാൻ പാടില്ല. അതേപോലെ പഞ്ചായത്ത് നമുക്ക് ഈ ഏത് സ്ഥാപനം ഇല്ലാതെ മൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുന്നവരെ ഒന്ന് വാണിംഗിലും കൊടുക്കണം. അതേപോലെ KSEB ചെയ്യേണ്ടത്, KSEBയിൽ ഒരു വർക്ക് ഒരു വീട്ടിലെടുക്കാന്ന് വെച്ചാൽ നിയമപ്രകാരം KSEB പോയി നമ്മൾ അപേക്ഷ കൊടുത്ത് ഇത്ര ദിവസം വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അഡീഷണൽ ചാർജ് അവരെ കൺസ്യൂമർ നമ്പർ വെച്ച് നമ്മൾ കൊടുത്ത് ചെയ്യണം. അത് ചെയ്യാതെ മൊബൈൽ വർക്ക്ഷോപ്പുകാർ ചെയ്യുന്നു. അതിന് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് സഹായിക്കണം. കാരണം ഈ മൊബൈൽ വർക്ക്ഷോപ്പുകാർക്ക് വർക്ക് കൊടുത്താൽ ആ വർക്ക് ചെയ്ത വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തിയുടെ കൂടുതലുള്ളവർക്ക് എന്തെങ്കിലും അപകടം ബുദ്ധിമുട്ട് വരണമെങ്കിൽ അവർക്ക് ഫാക്ടറി ലൈസൻസ് ഇല്ല, പഞ്ചായത്ത് ലൈസൻസ് ഇല്ല, ലേബർ ലൈസൻസ് ഇല്ല. പക്ഷെ ആ വീട്ടുകാരും കൂടിയും അതിന്റെ കൂടെ ബുദ്ധിമുട്ടിലാവും. അതാണ് എപ്പോഴും വർക്ക്ഷോപ്പ് ഉള്ളവർക്ക് കൊടുക്കണം എന്ന് പറയാൻ കാരണം. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സിവിൽ എഞ്ചിനീയർമാര് തരുന്ന ഡ്രോയിങ് പ്രകാരം നമ്മൾ ഹാൻഡിലിന്റെ വർക്കൊക്കെ ഡിസൈൻ മോഡൽ നമ്മുടെ ഈ ട്രെയിനിന്റെ ഉള്ളിരുന്ന പുറത്തേക്ക് നോക്കുമ്പോൾ അതേപോലെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ വർക്കുകൾ പുതിയ വർക്ക് ചെയ്ത് ആൾക്ക് വലിയ അനുഭവമാണ് എനിക്ക്. അപ്പൊ അവർ പറഞ്ഞു തരും. പക്ഷെ അവരുടെ മനസ്സിലുള്ള പോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അവരുടെ മനസ്സിൽ എന്താണോ ഡിസൈൻ ഉദ്ദേശിച്ചാൽ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീലിന്റെ വർക്കാണ് വെച്ചാലും, പിന്നെ കാർ പോർച്ച് ചെയ്യുമ്പോഴും അവർ പറയും നമുക്ക് ഇവിടെ ഒരു ലെഗും പാടില്ല, ഇവിടെ മാത്രമേ ലെഗ് പാടൂ, ഇന്ന പോലെ ചെയ്യാൻ പാടും. നമ്മൾ അങ്ങനെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അതിൽ കൂടെ നമ്മൾ ഇന്ന പോലെ ചെയ്താൽ ചെറിയൊരു മാറ്റം എങ്ങനെ ഉണ്ടാവും, സ്ട്രോങ്ങും അതേപോലെ ക്വാളിറ്റിയും അതേപോലെ അവർ പറഞ്ഞതിന് ഏകദേശം അവർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നില്ല. നമ്മൾ ഈ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഓരോ വർക്ക് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പോളികാർബൺ ഷീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് കുറച്ച് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ, കാലിൽ ചെയ്യാതെ പറ്റുമോ വെച്ചു. അപ്പോൾ ചെയ്യാനാ പറഞ്ഞു. നമ്മൾ അതിന് സമയം പിടിക്കും, പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ പറ്റില്ല. സമയം പിടിക്കാൻ ഫൗണ്ടേഷൻ ക്ലോസ് ചെയ്ത് അതിന് പില്ലർ പോലെ ഉണ്ടാക്കി, നമ്മൾ പില്ലർ ഫൗണ്ടേഷൻ ചെയ്യുന്ന പോലെ ഉണ്ടാക്കി അതിന്ന് ലെഗ് കൊടുത്ത് ആ ലെഗിൽ നിന്ന് സപ്പോർട്ട് കൊടുത്താണ് നമ്മൾ ചെയ്തത്. അങ്ങനെ അതുപോലെ റൂഫിംഗ് വർക്ക് കാണിച്ചാലും അതുപോലെ ഗ്രില്ല് വർക്ക് കാണിച്ചാൽ ഗ്രില്ല് പുതിയ ടെക്നോളജിയിൽ വരുന്ന ഡിസൈൻ, ആ ഡിസൈനിൽ ചിലർ വരച്ച് തരും. ആ വരച്ച് തന്നെ അതേ ഡിസൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ചിലര് ഫോട്ടോ വേറെ വല്ലിന്റെയും മറ്റേ ഇതിന്ന് എടുത്തിട്ട് നെറ്റിൽ നിന്ന് എടുത്ത ഫോട്ടോ തരും. ആ ഫോട്ടോ പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ ഗേറ്റിന്റെ ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇഷ്ടം പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വർക്ക്. അതായത് ജനങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ തരം വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ കൃഷിയാണ്, അമ്മ കൃഷിയാണ്. പിന്നെ ഏട്ടൻ ഒരു അനിയനും 2 ഏട്ടന്മാരും നടന്ന്, അതിലത്തെ ഒരു ഏട്ടൻ എൻ്റെ കൂടെ ബാംഗ്ലൂർ നടന്ന്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നു. അവർ മാരേജ് കഴിഞ്ഞു, അവർക്ക് 2 കുട്ടികളുണ്ട്. മൂപ്പർക്ക് ഒരു 52ാമത്തെ വയസ്സാകുമ്പോഴേക്കും മൂപ്പർക്ക് ഇവിടെ ക്യാൻസർ വന്നു. കുറേ ലക്ഷങ്ങൾ ചിലവാക്കി, കുറേ ജനങ്ങളെ സഹായിച്ചു. ആരൊക്കെ സഹായിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒക്കെ നല്ല നന്ദി അറിയിക്കുകയാണ് ഞാൻ. കാരണം എന്നിട്ടും ഏട്ടൻ രക്ഷപ്പെട്ടില്ല. ലക്ഷങ്ങൾ ചിലവായി. മണിപ്പാലിലാർന്ന്
പിന്നെ അവരുടെ ഫാമിലി ഇപ്പോൾ അവിടെ ബാംഗ്ലൂർ തന്നെയാണ് താമസിക്കുന്നത്. അവരുടെ മകൾക്ക് ജോലിയുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഏട്ടൻ എറണാകുളത്താണ്. ഏട്ടൻ എറണാകുളത്ത് ബാമർലാറിയിലായിരുന്നു, മറ്റേ സെൻട്രൽ ഗവൺമെൻറ് ഫാക്ടറിയിലായിരുന്നു, IT കഴിഞ്ഞാണ്. പക്ഷെ ആ കമ്പനി കുറച്ച് കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൂട്ടിപ്പോയി യൂണിയൻ പ്രശ്നം കാരണം. ഒന്നുമില്ല. അപ്പോൾ മൂപ്പര് ഇന്നെ പോലെ വർക്ക് ചെയ്യുന്നു. പിന്നെ അനിയൻ ഒരു ബിസ്ക്കറ്റ് കമ്പനിയിലാണ്, മറ്റേ ക്രൈസ് ബിസ്ക്കറ്റ് പറഞ്ഞിട്ട്. പിന്നെ ഉള്ളത് പെങ്ങന്മാരാണ്. ഒരു പെങ്ങള് കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് പൂനെയിൽ താമസിക്കുന്നു. അവർ മിലിറ്ററി ക്യാപ്റ്റനാണ്, മിലിറ്ററി റിട്ടയർഡായി. പിന്നെ ഒരു പെങ്ങളുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു, ഇവിടെ വന്നിട്ട് ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെങ്ങള് ഇവിടെ ഭർത്താവ് BSNL അത് റിട്ടയർഡായി. എൻ്റെ കാര്യമാണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഭാര്യ, ഞാൻ, പിന്നെ 2 മക്കള്. ഒരു മകൻ ഡിഗ്രി കഴിഞ്ഞു, ഇപ്പോൾ ദുബായിൽ ജോലിക്ക് 6 മാസമായി കയറിയിട്ട്. മകള് +1 ഇവിടെ വാണിയംകുളം സ്വാതി സെൻട്രൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഫ്യൂച്ചർ പ്ലാന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി മോഡിഫിക്കേഷൻ ചെയ്ത് പുതിയ ടെക്നോളജി പ്രകാരം നമുക്ക് കുട്ടികൾക്ക് ഇനി വരുന്ന ജനറേഷന് ഇതിന്റെ പുതിയ ടെക്നോളജി പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു സ്ഥാപനമാക്കി മാറ്റാനും, അതേപോലെ നമുക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ ആരും പഠിക്കാൻ വരുന്നില്ല. ഇപ്പൊ ആർക്കും ഈ പഠിക്കാൻ വരണം എന്നുള്ള ആഗ്രഹം ആർക്കും ഇല്ല. കുട്ടികൾക്ക് ഇപ്പൊ എന്താ വെച്ചാ മുമ്പത്തെ പോലെയല്ല, ഇപ്പോ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, അതാരും വരാതിരിക്കുന്നത്. മുമ്പൊക്കെ വെച്ചാൽ പഠിക്കാൻ മെറ്റേ വെച്ച് വന്നിരുന്നു. ഇപ്പോൾ എത്ര ശമ്പളം തരുക വെച്ചാൽ വരുന്നത്. അതാ കാലം മാറിയതിന്റെ ഡിഫറൻസ് ആണ്. നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനമാക്കി മാറ്റണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 10 ആൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള രീതിയിലാക്കി മാറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മേഖലയിലേക്ക് വരുന്നവർ ആദ്യം ഈ വർക്കിനെ പറ്റിയിട്ട് കൃത്യമായി പഠിച്ചിരിക്കണം. 2, ജോലിക്കാരെ നേരെ ജോലിക്കാരോട് നമ്മൾ മുൻപത്തെ പോലെയല്ല, നമ്മുടെ പെരുമാറ്റത്തിനനുസരിച്ചാണ് ജോലിക്കാർ നിൽക്കുക. പിന്നെ ഒരു ജോലിക്കാരോ അല്ലെങ്കിൽ 2 ജോലിക്കാരോ ഒരു ദിവസം വന്നെങ്കിൽ ആ വർക്ക് നമുക്ക് എടുത്ത് ചെയ്യാനുള്ള കഴിവ് വേണം. പിന്നെ ഗവൺമെന്റ് പറയുന്ന എല്ലാ നിബന്ധനകളും പാലിക്കണം. പഞ്ചായത്ത് ലൈസൻസ് എടുക്കണം, ലീഗൽ മെട്രോളജി വേണം, ഫാക്ടറി ലൈസൻസ് എടുക്കണം, ലേബർ ലൈസൻസ് എടുക്കണം. പിന്നെ അതേപോലെ തന്നെ തൊഴിൽ നികുതി അടയ്ക്കണം. സ്വന്തം കെട്ടിട നികുതി അടയ്ക്കണം. അങ്ങനെ അടച്ച് നമ്മൾ കൃത്യമായി പോയാൽ മാത്രമേ നമുക്കൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു വർക്കിന് പോകുമ്പോൾ, അതായത് പുറമേക്ക് വർക്കിന് പോകുമ്പോൾ, നമ്മൾ സൈറ്റ് വർക്കിന് പോകുമ്പോൾ വെൽഡിംഗ് മെഷീനും ഗ്രൈൻഡിങ് മെഷീനും കൊണ്ടുവരുന്ന കൂടെ സ്വിച്ച് ബോർഡ് മസ്റ്റാണ്. ഈ സ്വിച്ചിന്റെ കൂടെ എർത്ത് എന്തെങ്കിലും വരികയാണെന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഒരു ELCBD വെക്കേണ്ടതാണ്. മുമ്പ് KSEB ഒരു നിയമം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ELCB വെച്ചിട്ട് ആ ELCB കൊണ്ടുപോയിട്ട് KSEB കാണിക്കണം, എന്നാലേ നമുക്ക് പെർമിഷൻ കിട്ടാറുള്ളൂ. അതൊക്കെ പോയി. അങ്ങനെ ചെയ്താൽ നമുക്കും സേഫ്റ്റിയാണ്, നമ്മുടെ കൂടെ ഉള്ള ജോലിക്കാർക്കും സേഫ്റ്റിയാണ്. അതേപോലെ നമ്മുടെ കൂടെയുള്ള ജോലിക്കാർക്ക് നിർബന്ധമായി നമ്മൾ ഇൻഷുറൻസ് എടുത്തേ പറ്റൂ. ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വർക്ക് സത്യസന്ധമായി ചെയ്ത് തീർത്തു കൊടുക്കണം. അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ലോക്കൽ സാധനങ്ങൾ ഇട്ടിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ക്വാളിറ്റി ഉള്ള സാധനം ഇട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാതിരിക്കുക. എൻ്റെ പ്രോപ്പർ വാണിയംകുളം, ഒറ്റപ്പാലം താലൂക്കിൽ വാണിയംകുളം പഞ്ചായത്തിൽ 2-ാം വാർഡ് പെട്ട സ്ഥലമാണിത്. അതായത് കോതക്കുറിശി റോഡ് PK ദാസിന്റെ മെഡിക്കൽ കോളേജിന്റെ എൻട്രൻസിന്റെ അവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആ വളവിലാണ് അംഗൻവാടി പറയുമ്പോൾ, കോതിയൂർ അംഗൻവാടി. അതിന് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലാണ് എൻ്റെ സ്ഥാപനം. MG എഞ്ചിനീയറിംഗ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്.